പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ 2ാം ക്ലാസ് 3ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ചില സ്വഭാവ വ്യതിയാനങ്ങൾ കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ കൂടുതൽ അക്ഷമയുള്ളവരും പറയുന്നത് അനുസരിക്കാത്തവരും ഭയങ്കര മിരുമിരമിരാന്നും പറഞ്ഞിങ്ങനെ ഓടിച്ചാടി അടങ്ങിയിരിക്കാൻ പറ്റാതെ ഓടിച്ചാടി നടക്കുന്നതും, പഠനത്തിൽ താല്പര്യക്കുറവ് കാണിക്കുന്നതും, ഭക്ഷണം കഴിക്കാൻ താല്പര്യക്കുറവ് കാണിക്കുന്നതും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ചില കുഞ്ഞുങ്ങൾ ഭയങ്കര ഓവർ മെച്യൂരിറ്റിയും കാണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാതാപിതാക്കൾ അസ്വസ്ഥപ്പെടും. അവർ വിചാരിക്കും എന്താണ് എന്നൊക്കെ ചോദിക്കും. എന്താണിതെന്നോർത്ത് അസ്വസ്ഥപ്പെട്ട് അവർ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴായിരിക്കും അവിടെയുള്ള സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റുകളോ ഒക്കെ പറയും ഇത് ADHD ആണ്, നിങ്ങളുടെ കുഞ്ഞിന് പ്രശ്നമുണ്ട്, മരുന്നെടുക്കണമെന്നൊക്കെ പറയുമ്പോൾ മാതാപിതാക്കൾ വല്ലാതെ വിഷമിക്കും. എന്നാൽ പലപ്പോഴും ഇത് ADHD ഒന്നും അല്ല. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണ്. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ പറയുന്ന സ്വഭാവ പ്രകടനങ്ങളെല്ലാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഇളയ കുട്ടി വന്നു, അപ്പോൾ എനിക്ക് കിട്ടിയ സ്നേഹം ഇളയ കുട്ടിയൊക്കെ മാതാപിതാക്കൾ കൊടുക്കുന്നു, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ ഈ കുഞ്ഞ് മാതാപിതാക്കളുടെ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി പല കോപ്രായങ്ങളും കാണിക്കും, പല സ്വഭാവ സവിശേഷതകളും കാണിക്കും. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ കുട്ടികൾ കൂടുതലും ADHD ഒന്നും ആയി പോകുന്നില്ല. പലതും ഇമോഷണൽ ഇഷ്യൂസാണ്.